ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈ റെസിപ്പി ഉപയോഗിച്ച് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒട്ടും തന്നെ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ നെയ്യപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് അരിപ്പൊടിയും 1 ഗ്ലാസ് മൈദമാവും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ശർക്കര ചേർക്കുമ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് നല്ല മധുരം ഇഷ്ടമല്ല, എന്നാൽ തന്നെ കുറയാനും പാടില്ല. അതുകൊണ്ട് ഒരു മീഡിയം ലെവൽ മധുരം മതി. ഞാനിവിടെ 3 അച്ച് ശർക്കരയാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ ശർക്കര ഉരുക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിൽ ചെറിയ കരടുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് മാവിലോട്ട് വീണ്ടെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താണ് കേട്ടോ. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. മാവ് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഈ ഒരു തിക്നെസ് മതി കേട്ടോ ബാറ്ററിന്. ഇനി ഇത് മിക്സിയിലൊഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ചെറിയ കട്ടകളായി കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നെയ്യപ്പം കൂടുതൽ സോഫ്റ്റ് ആകാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാനുണ്ട്. റവ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിലായിരുന്നു ഞാൻ അരിപ്പൊടിയും മൈദയൊക്കെ അളന്നെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഭാഗത്തോളം റവപ്പൊടി കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതിൽ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട്, അഥവാ ഇതിൻ്റെ സ്വാദൊന്നും കൂടെ ഒന്ന് കൂട്ടിയെടുക്കാൻ നമുക്കിതിൽ കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ എള്ളും കൂടെ ചേർക്കാനുണ്ട്. തേങ്ങാക്കൊത്ത് ചൂടായ നെയ്യിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അതായത് ഇതിൻ്റെ നിറക്കൊന്ന് മാറി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ചൂട് നെയ്യിൽ കിടന്ന് റെഡി ആയിക്കോളും. ഇനി നമുക്ക് തിരിച്ച് മാവിൻ്റെ അടുത്ത് വരാം. ഇതിലോട്ട് 2-3 സാധനങ്ങളോട് ചേർക്കാനുണ്ട്. അതിലൊന്നാമത്തേത് ഒരു 5-6 ഏലക്കായ എടുത്ത് അത് നന്നായി കുത്തിച്ചതച്ച് അതിൻ്റെ പുറമേയുള്ള തൊണ്ട് കളഞ്ഞ് ഉള്ളിലെ പോർഷൻ മാത്രം ഇതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങാക്കൊത്തും എള്ളും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരല്പം സോഡാപ്പൊടി കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു 10 മിനിറ്റ് മാവ് നന്നായി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം നല്ല ചൂടെണ്ണയിലിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂടെയാണ്. അപ്പോൾ ഇനി നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.